ഹണി റോസ് റീച്ചിന് വേണ്ടി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഹണി റോസ് വന്നിട്ടുണ്ട്, അവൾ വീണ്ടും പരാതിയെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കേസ് എടുത്തില്ലെങ്കിൽ അവർ നമുക്കെതിരെ പരാതി കൊടുക്കും. എൻ്റെ നീതി നിഷേധിച്ചു, ഞാൻ കൊടുത്തിട്ട് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനും റിസ്ക് എടുക്കുന്നത്? രാവിലെ ഈശ്വർ കോടതി പോയി ഫൈറ്റ് ചെയ്യട്ടെ. ഹണി റോസ് പുരുഷന്മാരെ സോഫ്റ്റ് ടാർഗറ്റായി കാണും. വീണ്ടും വീണ്ടും വ്യാജ പരാതികൾ കൊടുക്കാൻ കഴിയുമെന്ന് പോയിന്റ് ഔട്ട് ചെയ്തതിന് ഹണി റോസിനോട് നന്ദിയുണ്ട്. ഓരോ 11 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. എന്നാൽ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇന്നലെ കണ്ടിരുന്നോന്നറിയില്ല, KR മീര എന്ന് പറയുന്ന വളരെ പ്രമുഖയായ എഴുത്തുകാരി നമ്മുടെ ഷാരോണെ കുറിച്ച് പറയുകയാണ്. വളരെ ചിരിച്ച് പുച്ഛിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും, അവൾ മിടുക്കിയായ കുട്ടിയാണ്, റാങ്ക് ഹോൾഡറാണ്, നിവൃത്തിയില്ലാതെ അവൾ ഇത് ഗത്യന്തരമില്ലാതെ അവൾ ഇത് കലക്കി കൊടുത്താണ്, അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. സമാനമായ രീതിയിൽ കാമുകിമാരെ കൊന്ന കാമുകന്മാരുണ്ട്, തീ കൊളുത്തി കൊന്നു, വെടിവെച്ച് കൊന്നു. അപ്പൊ അവർക്കൊന്നും വധശിക്ഷ കിട്ടുന്നില്ല. തൂക്കിലിട്ടത് അതിനെ വെടിവെച്ച് കൊല്ലണോ? ഹണി റോസ് ബോച്ചെ കേസിൽ പോച്ചയെ മനഃപൂർവ്വം കുടിക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? പോച്ചയെ എങ്ങനെങ്കിലും ടാർഗറ്റ് ചെയ്താലേ ഇവിടെ എന്താ പറയുക സ്ത്രീ മുന്നേറ്റമാകൂ എന്ന് ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം. ഷോർട്ട് ഡ്രസ്സസ് ഇട്ട് പോകുന്നിടത്തെ ആളുകൾ കൂടുള്ളൂ, ഫാൻ ബേസ് കിട്ടുള്ളൂ, മീഡിയ അറ്റൻഷൻ കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ നടിമാർ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് പബ്ലിക് സ്പേസസ് പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നല്ലതാണ്. കാര്യം സ്ത്രീകൾക്ക് നമുക്ക് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അറിയാം, പല പെൺകുട്ടികളും എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും കാസ്റ്റിംഗ് കൗച്ചും സെക്ഷൽ ഫേവേഴ്സും ഒക്കെ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. അല്ലെന്ന് ആരെ പറഞ്ഞ് കണ്ണടച്ചിട്ടാക്കാനാണ്? സാക്ഷാൽ മോഹൻലാൽ ഏറ്റവും വിനയത്തോടുകൂടി മീഡിയക്കാരോട് ചോദിക്കുകയാണ്, നമ്മൾ എന്നാണ് അന്യരായത്? നമസ്കാരം, ഞാൻ ശാലു. ഫെയിം സ്റ്റെപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സമീപകാലത്ത് ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ ഹണി റോസ് കേസ് കൊടുക്കുകയും അതിനു പിന്നാലെ പുരുഷന്മാർക്ക് റൈറ്റ്സ് വേണമെന്ന പേരിൽ പുരുഷ കമ്മീഷന് വേണ്ടി പോരാടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സോ ലെറ്റ്സ് വെൽക്കം രാഹുൽ ഈശ്വർ. താങ്ക് യു ശാലു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി, ആ കേസ് നമ്മൾ മൈൻഡ് ആക്കിയില്ല, മാധ്യമങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു. ഇപ്പം നമുക്ക് നിലവിൽ വേറെ കേസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹണി റോസ് വീണ്ടും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതെല്ലാം താന്ന സമയത്തും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹണി റോസ് റീച്ചിന് വേണ്ടി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഹണി റോസ് റീച്ചിന് വേണ്ടി ആയിരിക്കില്ല. കാര്യം ഹണി റോസ് സൗത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാണ്, അവരുടെ പുതിയ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. പകരം ഹണി റോസ് പുരുഷന്മാരെ സോഫ്റ്റ് ടാർഗറ്റായി കാണും. അതായത് ഒരു പരാതി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, കൂടി വന്നാൽ ഒന്നെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ, അവനെന്തെങ്കിലും ദുരിതം കൂടുതലുണ്ടാവും, കുറവുണ്ടാവും, തനിക്കൊന്നും പറ്റില്ല എന്ന ലാഘവ ബുദ്ധി കൊണ്ടാണ് ഹണി റോസ് അല്ലെങ്കിൽ പല സ്ത്രീകളും പലപ്പോഴും വ്യാജ പരാതികളോ കാമ്പില്ലാത്ത പരാതികളോ കൊടുക്കുന്നത്. ശാലു പക്ഷേ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ ആഴ്ച ഈ കൊടുത്ത കേസിൽ പോലീസുകാർ പറയുകയുണ്ടായി, ഈ കേസിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന്. കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത കേസിൽ ഹണി റോസ് വീണ്ടും ചെന്ന് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പോലീസുകാർ കേസെടുത്തു, നോൺ ബെയിലബിൾ ആക്ടറൊക്കെ വിട്ടു. ഇത്രയാണ് നമ്മുടെ പോലീസ്. അതായത് കൃത്യമായി പോലീസ് സ്റ്റേഷൻ സംഭവിക്കുന്ന പറയാം. ശാലു ഞാനുമാണ് പോലീസുകാരെങ്കിൽ ഒരു പറയാം, ഹണി റോസ് വന്നിട്ടുണ്ട്, അവൾ വീണ്ടും പരാതിയെ വന്നിരിക്കുകയാണ്, ഇനി നമ്മൾ കേസ് എടുത്തില്ലെങ്കിൽ അവർ നമുക്കെതിരെ പരാതി കൊടുക്കും. എൻ്റെ നീതി നിഷേധിച്ചു, ഞാൻ കൊടുത്തിട്ട് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനും റിസ്ക് എടുക്കുന്നത്? രാവിലെ ഈശ്വർ കോടതി പോയി ഫൈറ്റ് ചെയ്യട്ടെ. ഇതാണ് എക്സാക്ട്ലി അവിടെ നടക്കുന്ന കോൺവെർസേഷൻ. നമ്മുടെ തൊണ്ടുമുതലും ദൃക്സാക്ഷിയിൽ അലൻസിയർ എന്ന പോലീസുകാരൻ നമ്മുടെ നിമിഷ സജയനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, അയാൾ കഴുത്തിൽ നിന്ന് മാല പിടിച്ചു വാങ്ങി. ഇല്ല സാർ, ഞാനത് കണ്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞാലേ കേസിനൊരു ഗുമ്മുള്ളൂ. അപ്പോൾ IT ആക്ട് 67 ഭാരതീയ ന്യായ സംഹിത 79 ഒക്കെ ഈ ടീസിങ്ങിൻ്റെ അടക്കം വകുപ്പ് ഇൻവോക്ക് ചെയ്താണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് ആർക്കും മിസ്യൂസ് ചെയ്യാം. ഇത് രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല, ആർക്കെതിരെയും മിസ്യൂസ് ചെയ്യാം. ഹണി റോസിന് മാത്രമല്ല, ഏതൊരു പുരുഷനെതിരെ മിസ്യൂസ് ചെയ്യാം. അതിൻ്റെ വലിയൊരു തെളിവാണ് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ പോക്സോ കേസിലെ 1-ാം പ്രതി. എന്താ ഇയാൾ ചെയ്തത്? ഇയാൾ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടുപോലുമില്ല. ഇയാൾ അടുത്ത ദിവസം ഷാബാസിനോട് പറഞ്ഞു, ഷാബാസിനോട് ഈ വ്യക്തിയെ കുറിച്ചൊരു തമാശയും കാര്യങ്ങളും പറഞ്ഞു. അതുകൊണ്ട് അരുൺ പോക്സോ കേസിലെ 1-ാം പ്രതിയായി. അപ്പം പുരുഷന് നേരെ സോഫ്റ്റ് ടാർഗറ്റ്, ഈ ആർക്കും ഓടി ചാഞ്ഞ് കിടക്കുന്ന മരമാണ് എന്ന് പറയുന്നൊരു ദുരവസ്ഥയും, ആർക്കും കൊട്ടാൻ കഴിയുന്ന ചെണ്ടയാണ് എന്ന് പറയുന്നൊരു ദുരവസ്ഥയും ഈ നാട്ടിൽ നിലനിൽപ്പുണ്ട്. എനിക്കതുകൊണ്ട് ഹണി റോസിനോട് നന്ദിയുണ്ട്. കാര്യം ഹണി റോസിനോട് നന്ദിയുള്ളതിൻ്റെ കാരണം വീണ്ടും വീണ്ടും വ്യാജ പരാതികൾ കൊടുക്കാൻ കഴിയുമെന്ന് പോയിന്റ് ഔട്ട് ചെയ്തതിന് ഹണി റോസിനോട് നന്ദിയുണ്ട്. ആർക്കെതിരെയും അങ്ങനെ സോഫ്റ്റ് ടാർഗറ്റായി പരാതികൾ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. എന്നാൽ ഞാൻ ഒരു 3 ദിവസമോ 4 ദിവസമോ മുമ്പ് ഹണി റോസിൻ്റെയും ബോച്ചയുടെയും ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. 2 പേർക്കും വിഷസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോയും നിലപാടും എടുത്ത വ്യക്തിയാണ്.
അപ്പം എൻ്റെ പ്രശ്നം ഇനി 2 ഹണി റോസ് പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പ്രതിയോട് ചേർന്ന് നിന്ന് തന്നെ അധിക്ഷേപിച്ചു എന്നാണ്. ബോച്ചെ തെറ്റ് ചെയ്തു, ബോച്ചെ മാപ്പ് പറയണമെന്ന് എല്ലാ ചാനലിലും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ബോച്ചയോട് ചേർന്ന് നിന്ന് ഹണി റോസിനെ അധിക്ഷേപിക്കുന്നത്? അപ്പം കള്ളം പറയാനൊന്നും ഒരു മടിയില്ല. അത് ഈ പഞ്ചിന് വേണ്ടിയിട്ട് ആരും എഴുതി കൊടുക്കുന്നതാണ്. അപ്പം ഹണി റോസ് പുനർചിന്തിക്കണം. പക്ഷേ ഹണി റോസ് ഇത് കൊടുത്തത് നന്നായി. സാധാരണ ജനങ്ങൾക്ക് ആർക്കെതിരെയും വ്യാജ പരാതി കൊടുത്താലും ഒരു പ്രശ്നവുമില്ലെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഞാനിപ്പം ശാലുവൊക്കെ നിൽക്കുന്ന ഈ പൊതുമാധ്യമ രംഗത്ത് കുറച്ചുകൂടെ ഫേമസ് ആയ 2-3 എക്സാമ്പിൾ പറയാം. നമ്മുടെ നിവിൻ പോളിയുടെ ഉദാഹരണം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തി കള്ളം പറഞ്ഞതാണെന്നും വ്യാജമൊഴി നൽകിയതാണെന്നും നിവിൻ പോളി കേരളത്തിലായിരുന്നു എന്നും ഈ വ്യക്തി ദുബായിലായിരുന്നു എന്നും തെളിഞ്ഞാണ്. ആ വ്യക്തിക്കെതിരെ ഒരു FIR ഇട്ടോ? ആരെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയോ? നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ 2-3 വർഷത്തോളം ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി സരിതയുടെ പേരിൽ. സരിത വ്യാജ പരാതി കൊടുത്തു, മജിസ്ട്രേറ്റിന് 164 കള്ളമായിട്ട് കൊടുത്തു എന്നെല്ലാം തെളിഞ്ഞു. സരിതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ട്? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ വ്യാജ പരാതിയാണെന്ന് ഉള്ള കോടതിയുടെ രീതിയിലുള്ള പരാമർശങ്ങളിലൊക്കെ വന്നു. എന്തെങ്കിലും നടപടിയുണ്ട്? അപ്പോൾ ആ സ്ത്രീക്ക് അനോണിമിറ്റിയിൽ ഇരുന്ന് ആണിനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങളടക്കം മുമ്പോട്ട് വെക്കുന്ന ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. പുരുഷ കമ്മീഷൻ എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, എന്നാൽ പോലും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകമായി വനിതാ കമ്മീഷനുണ്ട്. നാളെ ശാലുവിനടക്കം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തൊഴിൽ രംഗത്തോ വേറെ ഏത് രംഗത്ത് ഏത് തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടാലും വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെയാകണം. മികച്ച സംവിധാനമാണ് വനിതാ കമ്മീഷൻ. അതേപോലെ പുരുഷന്മാർക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു സ്പേസ്, ഒരിടം, വ്യാജ പരാതിയാണെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഈ പുരുഷ കമ്മീഷൻ എന്ന ആശയം. നമുക്ക് എല്ലാവർക്കും അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, അമ്മച്ചിയുണ്ട്, അപ്പച്ചനും ഉണ്ട്. അപ്പോൾ ഈ 2 പേരും ചേർന്നാണ് നമ്മൾ. തീർച്ചയായും അമ്മയെ ബഹുമാനിക്കണം, സ്ത്രീകൾക്ക് മുൻഗണന നൽകണം, കൂടുതൽ പരിഗണന നൽകണം. പക്ഷേ പുരുഷ വേട്ടയാവരുത് സ്ത്രീപക്ഷ നിയമങ്ങൾ. ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പുരുഷ കമ്മീഷൻ നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു നിയമ സംവിധാനം വെച്ചിട്ട് ഈ പുരുഷ കമ്മീഷൻ നിയമം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നിയമം ഈ അർത്ഥത്തിൽ പുരുഷനെ അംഗീകരിക്കുന്നില്ല. അതായത് സ്ത്രീയെ അംഗീകരിക്കുന്നുണ്ട്, യുവജനങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, കുട്ടികളെ അംഗീകരിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ആലോചിക്കണം, പലപ്പോഴും പുരുഷന്മാരുടെ കൂടി എല്ലാവരുടെയും ത്യാഗമുണ്ട്. പുരുഷന്മാരുടെയും കൂടെ ത്യാഗത്തിലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഒരു പുരുഷനാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് സരിതയെക്കുറിച്ച്, സരിത മഹാത്മാഗാന്ധി ജീവിച്ചില്ലെങ്കിൽ മഹാത്മാഗാന്ധിക്കെതിരെ അവരെ പരാതിപ്പെടുത്തേനെ എന്ന് പറയാറുണ്ട്. എന്താ പ്രശ്നം? അപ്പം പുരുഷനും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിലെ തുടക്ക വരി എന്ന് പറഞ്ഞാൽ ഞാനത് ഭംഗിക്ക് പറയുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ആ ഒരു വരി ഞാനൊന്ന് വായിക്കാം. ആ വരി വളരെ പ്രധാനമാണ്. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും കാണിക്കുന്നത് അത് സ്ത്രീകൾക്ക് തന്നെയാണ്. പുരുഷന്മാരുടെ 10 മടങ്ങ് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടാണ്. എന്നാൽ മാറിയ കാലത്ത് പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. അതും അഡ്രസ്സ് ചെയ്യാൻ നമുക്കൊരു മെക്കാനിസം വേണം എന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ ഈ പറയുന്ന പുരുഷ കമ്മീഷന് 100% സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം വനിതകൾക്ക് വനിതാ സെല്ലുണ്ട്, പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സെല്ലോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ റീൽസ് എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു വാർത്ത കണ്ടു. അതായത് ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഭാര്യയുടെ ക്രൂരമായി പീഡനം സഹിക്കാൻ വയ്യാതെ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ അച്ഛന് ആത്മഹത്യക്കുറിപ്പ് എഴുതി, എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് സ്ത്രീക്കെതിരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? ഒന്നുമില്ല. പക്ഷേ അത് വായിക്കണം. ആ പീറ്ററിന്റെ വേദനാജനകമായ കുറിപ്പ്, അച്ഛാ എന്നോട് ക്ഷമിക്കണം, എന്റെ മരണത്തിന് ഉത്തരവാദി ഇവളാണ് എന്ന് എന്റെ എഴുതി വെക്കണം. അവരുടെ ആ സ്പെല്ലിംഗ് കണ്ടോന്നറില്ല, പാവപ്പെട്ട ഫാമിലിയാന്ന് തോന്നുന്നു. മൈ വൈഫ് ഈസ് മൈ ടോർച്ചറർ എന്നൊക്കെ തെറ്റായ സ്പെല്ലിംഗ് കൂടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏതോ പാവപ്പെട്ട മിഡിൽ ക്ലാസ്സോ ലോവർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു ഫാമിലിയാണ്. ഈ സ്ത്രീ ഇയാളോട് 20 ലക്ഷം രൂപ ചോദിച്ചു. അതായത് 20 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചു. ഇയാളുടെ ജോലി ഉണ്ടായിരുന്നു. ഈ സ്ത്രീ വിളിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇയാളുടെ ജോലി കളഞ്ഞു. ഇയാൾക്ക് പ്രശ്നമായി. അവസാനം ഈ പീറ്റർ സഹികെട്ട് അച്ഛൻ എഴുതുകയാണ്, അച്ഛാ എനിക്ക് മടുത്തു, ഞാൻ പോവുകയാണ്. അങ്ങനെ എത്ര പേർ. ഇനി ഞാൻ കണക്ക് പറയാം. അതായത് കണക്കെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ കണക്കല്ല, ഗവൺമെന്റിന്റെ കണക്ക്, NCRB അഥവാ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 11 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. എന്നാൽ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 4.8 അല്ലെങ്കിൽ അറൗണ്ട് 4.5 to 5 മിനിറ്റിൽ ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു. അതായത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് 10 മിനിറ്റായി, ഇന്ത്യയിൽ 2 പുരുഷന്മാർ ഓൾറെഡി ആത്മഹത്യ ചെയ്ത് കാണും. അതും കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു റിയാലിറ്റി ഇല്ലേ? ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കാത്ത? ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് പുച്ഛമാണ് അല്ലെങ്കിൽ എതിർപ്പാണ്. ഇന്നലെ കണ്ടിരുന്നോന്നറിയില്ല, KR മീര എന്ന് പറയുന്ന വളരെ പ്രമുഖയായ എഴുത്തുകാരി നമ്മുടെ ഷാരോണെ കുറിച്ച് പറയുകയാണ്. വളരെ ചിരിച്ചു പുച്ഛിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന്.
അതായത് വിഷം കൊടുത്തൊരാളെ കൊല്ലുകയാണ്. 11 ദിവസം വെള്ളം കുടിക്കാതെ മരിച്ച ആളാണ് ഷാരൻ. ഷാരൻ മരണക്കിടക്കയിൽ വെച്ച് പോലും ഗ്രീഷ്മ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിച്ചില്ല. ഗ്രീഷ്മയെ ഒരിക്കലും അവൻ തള്ളി പറയുകയോ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല. ആ ഷാരോനെ കുറിച്ച് പറയുകയാണ്, ചില സമയത്ത് കഷായം കലക്കി കൊടുക്കേണ്ടി വരും. ജസ്റ്റിസ് കമാൽ പാഷ പറയുകയാണ്, അവൾ മിടുക്കിയായ കുട്ടിയാണ്, റാങ്ക് ഹോൾഡറാണ്, നിവൃത്തിയില്ലാതെ അവൾ ഇത് ഗത്യന്തരമില്ലാതെ അവൾ ഇത് കലക്കി കൊടുത്താണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ആ വാക്ക് പക്ഷേ കേട്ട് കാണും. എന്ത് അന്തസ്സാണ് വിഷം കലക്കി കൊടുക്കുന്നത്? ഇത് പറയുന്നത് സാധാരണക്കാരല്ല, വളരെ നമ്മൾ ആദരിക്കുന്ന പ്രമുഖരാണ്, ആദരിക്കേണ്ടവർ തന്നെയാണ്. ജസ്റ്റിസ് കമാൽ പാഷയാണെങ്കിലും ശ്രീമതി KR മീരയാണെങ്കിലും സമൂഹത്തിലെ വളരെ ഔന്നത്യമുള്ളവരാണ്. അവരുടെ മനസ്സിൽ പോലും ഇത്ര ബയസ് അല്ലെങ്കിൽ ഇത്ര പക്ഷപാതിത്വം ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം കാണും? അതിനെതിരെയാണ് പുരുഷ കമ്മീഷൻ വേണ്ടത്. അപ്പം ഈ ഒരു ഗ്രീഷ്മയുടെ കേസ് എടുത്തിട്ടോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറെന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നു. അപ്പം ആ സമയത്ത് താങ്കൾ പറഞ്ഞത് ഈ പറയുന്ന ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമെന്നുള്ളതാണ്. സോ സമാനമായ രീതിയിൽ കാമുകിമാരെ കൊന്ന കാമുകന്മാരുണ്ട്, തീ കൊളുത്തി കൊന്നു, വെടിവെച്ച് കൊന്നു. അപ്പോൾ അവർക്കൊന്നും വധശിക്ഷ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ പറയല്ല, ഇവരൊക്കെ ഈക്വൽ ആയിട്ടുള്ള കുറ്റവാളികൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് വധശിക്ഷ കിട്ടണമെന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് ഈ വിഷയം തന്നെ നാഷണൽ മീഡിയ 1-2 പേരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പുരുഷ ആക്ടിവിസ്റ്റ് അല്ലേ? RG കർ എന്ന് പറയുന്ന നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന അയാളെ കൂടെ തൂക്കിലിടണോ? ഞാൻ പറഞ്ഞു, തൂക്കിലിടരുത്, അവനെ വെടിവെച്ച് കൊല്ലണോ? അതായത് വെടിവെച്ച് കൊല്ലാൻ വകുപ്പില്ല നമുക്ക്. ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞതാ. ഇതിന് എന്ത് പുരുഷൻ സ്ത്രീ? ഒരു പാവപ്പെട്ട ഡോക്ടർ രാത്രി എല്ലാ രോഗികളെയും പരിശോധിച്ച് തിരിച്ച് ക്ഷീണിച്ച് വന്നിരുന്നവൻ പുറകിൽ നിന്ന് വന്ന് റേപ്പ് ചെയ്തവന് എന്ത് മയമാവും, എന്ത് ദാക്ഷിണ്യം നമ്മൾ കാണിക്കേണ്ടത്? 100% അവനെ തൂക്കിക്കൊല്ലണം. നേരത്തെ പറഞ്ഞ പോലെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവനെ, അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട രീതിയിൽ പെർവേർട്ടഡായി റേപ്പ് ചെയ്ത് കൊല്ലുന്നവനെ, അല്ലെങ്കിൽ എന്താ പറയുക വിഷം കൊടുത്ത് കൊല്ലുന്നവനെ, അല്ലെങ്കിൽ ആക്രമിച്ച് കൊല്ലുന്നവനെ, കുത്തി കൊല്ലുന്നവനെ ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. അത് സമൂഹത്തിലൊരു ലാർജർ മെസ്സേജ് കൊടുക്കും. ബഷീർ സാറിൻ്റെ വിധിയായിരുന്നു. ജഡ്ജി ബഷീർ സാറാണ് ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാന്ന് വെച്ചാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വരുമ്പോൾ ഒരു പക്ഷേ തൂക്കുകാർ കിട്ടിയെന്ന് വരില്ല. ബച്ചൻ സിംഗിൻ്റെ കേസാണ് ഇന്ത്യയിലെ ഈ റെയറസ്റ്റ് ഓഫ് ദി റെയറിൻ്റെ യാർഡ് സ്റ്റിക്ക് എടുക്കുന്നത്. അത് പ്രകാരം ഒരു പക്ഷേ തൂക്കുകാർ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബഷീർ സാർ അത് കൊടുത്തിരിക്കുന്നതിൻ്റെ ലോജിക് സമൂഹത്തിലൊരു ലാർജർ മെസ്സേജ് പോകണം. ഗ്രീഷ്മ തന്നെ പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ വന്നതാണ്, എനിക്കിപ്പോൾ 23 വയസ്സേ ഉള്ളൂ, ഞാൻ 14 വർഷം കഴിഞ്ഞ് ഇറങ്ങും, 36 വയസ്സ് സുഖമായിട്ട് ഞാൻ ജീവിക്കുമെന്ന്. ഈ ഷാരോൻ്റെ അമ്മ എന്നൊരാളും കൂടി ഇല്ലേ? ആ അമ്മയുടെ കരച്ചിൽ കാണണ്ടേ? ഈ ഷാരോൺ എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിച്ച വേദന കാണണ്ടേ? ഞാൻ തിരിച്ചൊരൊറ്റ കാര്യം ഷാരനോട് ചോദിക്കാം. നാളെ ഷാരൻ നമ്മുടെ ഗ്രീഷ്മയെ കൊന്നു വിഷം കൊടുത്തു. ഗ്രീഷ്മ ഇതേപോലെ വെള്ളം കുടിക്കാൻ കഴിയാതെ 11 ദിവസം ദ്രവിച്ച് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിച്ചു എന്നിരിക്കട്ടെ. ഞാൻ TV-യിൽ വന്ന് പറയുകയാണ്, ഷാരൻ ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മയെ കൊല്ലേണ്ടി വന്നതാണ്. ഗ്രീഷ്മ പോയത് പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ. അതായത് ഷാരൻ സെക്സിന് പോയതാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഗ്രീഷ്മ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. ഗത്യന്തരമില്ലാതെ ഷാരൻ അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്നോ, അല്ലെങ്കിൽ ഇന്നലെ KR മീര മാഡം പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, ചില സമയങ്ങളിൽ കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. ഇവർ പറഞ്ഞത് തെറ്റാണെന്നെങ്കിലും ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറയുന്നത് കേട്ടോ, യുവജന കമ്മീഷൻ പറയുന്നത് കേട്ടോ. യുവജന കമ്മീഷന്റെ ഭാഗം അല്ലെങ്കിൽ യുവജനങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലേ നമ്മുടെ ഷാരനും? 23-24 വയസ്സല്ലേ ഉള്ളൂ. എന്താ യുവജന കമ്മീഷൻ KR മീരയ്ക്കെതിരെ അല്ലെങ്കിൽ കമാൽ പാഷ് സാറിനെതിരെ യുവജന കമ്മീഷനോ വനിതാ കമ്മീഷനോ സാംസ്കാരിക നായകരോ കേരളത്തിലെ ഏതെങ്കിലും ആൾക്കാർ പ്രതികരിക്കാത്തത്? ഞങ്ങൾ മാത്രം പ്രതികരിക്കുന്നത്? അത്രമാത്രം ലോപ്പ് സൈഡഡ് ആണ്, അത്രമാത്രം വൺ സൈഡഡ് ആണ്. നമ്മൾ പറയുന്നത് ആ വൺ സൈഡഡ് മാറണമെന്നല്ല, സ്ത്രീകൾക്ക് അനുകൂലം തന്നെ ആകട്ടെ നിയമങ്ങൾ, പക്ഷേ പുരുഷ വിരോധമാകരുത് ഫെമിനിസം. ഇതുപോലെ സ്ത്രീ വിരോധവും ആകരുത് ഈ സോ കോൾഡ് മെൻസ് റൈറ്റ്സ്. ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞത് ഞാൻ കേട്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകൾ മനഃപൂർവ്വം നിയമത്തെ കയ്യിലെടുക്കാന്നുള്ളതാണ്. ഈ ബോച്ചയുടെ കേസിൽ, ഹണിറോസ് ബോച്ചെ കേസിൽ ബോച്ചയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? ബോച്ചയെക്കുറിച്ച് 2 വാക്കും കൂടെ പറഞ്ഞിട്ട് പറയാം. ബോച്ചെ അന്ന് പറഞ്ഞ കുന്തി ദേവി പ്രയോഗം 100% തെറ്റാണ്. പക്ഷേ ബോച്ചെ എന്ന മനുഷ്യൻ കേരളത്തിനൊരു അനുഗ്രഹമാണ്. 100 കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തു, 1000 കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നു. ബോച്ച ഇതെല്ലാം ചെയ്തതുകൊണ്ട് ബോച്ചയുടെ ഒരു പ്രയോഗം ന്യായീകരിക്കപ്പെടരുത്. അതേപോലെ ബോച്ച അങ്ങനെ ഒരു പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ 25 വർഷങ്ങളായി ബോച്ച കേരളീയ സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളും നന്മകളും നമ്മൾ മറക്കരുത്. അതായത് ഹണിറോസോ ഞാനോ നമ്മളിവിടെ ഇരിക്കുന്ന ആരോ ചെയ്യുന്നതിൻ്റെ 10,000 ഇരട്ടി നന്മ സാധാരണക്കാരുടെ ജീവിതത്തിൽ, അവരുടെ ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, കുടുംബം, ഈ കാര്യത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ ബോച്ച എന്ന ബിസിനസ്സുകാരന് കഴിഞ്ഞു. വേണമെങ്കിൽ ബോച്ച ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ദന്തഗോപുരത്തിലിരുന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ കോടീശ്വരനാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി
അത്തരം കാര്യം കൊണ്ടുവന്ന കേരളത്തിലേക്ക് മറഡോണയെ കൊണ്ടുവന്നു. അപ്പം ബോച്ചെ ഇപ്പം അമേരിക്കയിൽ ഇലോൺ മസ്ക് എന്നൊക്കെ പറയും. കേരളത്തിൻ്റെ ഒരു ഇലോൺ മസ്ക് ആണ് യഥാർത്ഥത്തിൽ ബോച്ചെ. പക്ഷേ ബോച്ചെ ആ പറഞ്ഞ പ്രയോഗം ശരിയല്ല, എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. പക്ഷേ ബോച്ചെ എങ്ങനെങ്കിലും ടാർഗറ്റ് ചെയ്താലേ ഇവിടെ എന്താ പറയുക സ്ത്രീ മുന്നേറ്റമാകൂ എന്ന് ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം. അവിടെയാണ് ഹണി റോസിനോട് എല്ലാ ബഹുമാനം വെച്ച് ചോദിക്കട്ടെ, ഹണി റോസ് കൊടുത്ത പരാതിയിൽ ബോച്ചെ അനുവാദമില്ലാതെ കയ്യിൽ തൊട്ടു തുടങ്ങിയ കാര്യങ്ങൾ സെക്ഷുവലി അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതേ വീഡിയോസും ഇതേ ചിത്രങ്ങളും ഹണി റോസൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ എന്താ പറയണേ പ്രസിദ്ധീകരിച്ചതല്ലേ. അപ്പോൾ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ ഇപ്പോൾ കേട്ട ആൾക്കാർ ഇതൊന്നും കഴിഞ്ഞ ആഴ്ച നടന്നതാണ്, കഴിഞ്ഞ ഓഗസ്റ്റ് നടന്നതാണ്, കഴിഞ്ഞ 2024 ജൂലൈ ഓഗസ്റ്റ് നടന്നതാണ്. എന്നിട്ട് ഇപ്പം പറയുന്നു അത് ലൈംഗിക അധിക്ഷേപമാണ്. അപ്പം ബോച്ചയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കാമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയൂ? എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? ഞങ്ങൾ ബോച്ചയെ വളഞ്ഞിട്ട് പിടിച്ചു, ഇവിടെ നിന്ന് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ കടക്കാൻ കേരളത്തിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും കേരളത്തിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഇതുമുള്ള ബോച്ചെ ഈ നാട് വിട്ടുപോകാൻ പോകുന്നു ഒന്നുമില്ല. അപ്പം ആണിനെ എങ്ങനെങ്കിലും വേട്ടയാടി കഴിഞ്ഞാൽ അതിനെന്തോ മഹത്വമുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ പറയുകയാണ്. അവിടെയാണ് പ്രശ്നം. ബോച്ചെ എന്തായാലും ഞാൻ ബോച്ചയോട് വ്യക്തിപരമായി കണ്ടോ പറഞ്ഞു, ദൈവനിയോഗമായിരിക്കും ആ ജയിലിലെ ആൾക്കാർക്ക് വേണ്ടി ബോച്ചെ 1 കോടി രൂപ ഇപ്പോൾ സമാഹരിച്ച് നൽകാമെന്ന് പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിനൊക്കെ ജയിലിൽ കിടന്നുണ്ട്, അറിയാം. അവിടെ പല ആൾക്കാർക്കും 10,000, 5,000 അല്ലെങ്കിൽ 25,000 രൂപ ജാമ്യത്തുക കെട്ടിവെക്കാൻ പറ്റാത്ത കാരണം ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആർക്കും വേണ്ട, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബോച്ചെ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഫണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവരുടെ ഭാഗ്യമാണ് നിങ്ങൾ വന്നത്, ഒരുപക്ഷെ ദൈവം അങ്ങനെ ഒരു നിയോഗം താങ്കൾക്ക് തന്നതായിരിക്കാം. അപ്പം ബോച്ചയിലെ നല്ല മനുഷ്യനെ നന്മയോടെ കാണാനും ബോച്ചെ ഈ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി എന്ന് പറയാനും നമുക്ക് മടി കാണിക്കണ്ട. എനിക്ക് വേണമെങ്കിൽ ബോച്ചയെ ന്യായീകരിച്ചു. ബോച്ചെ എങ്ങനെ പറഞ്ഞു? ബോച്ചെ എന്ത് പറഞ്ഞു? ബോച്ചെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിൽ ഷഫാഖ് നാസ് എന്നൊരു നടിയുണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഷഫാഖ് നാസ് എന്നൊരു നടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ഷഫാഖ് നാസിനെ ഉദ്ദേശിച്ചാണ് ബോച്ചെ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ എനിക്ക് ന്യായീകരിക്കാം. പക്ഷെ അങ്ങനെ അല്ലെന്ന് നമുക്കും അറിയാം, ബോച്ചയ്ക്കും അറിയാം, കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം എന്താ ഉദ്ദേശം. ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അവിടുത്തെ ആൾക്കാരെ ഒന്ന് കൈയടിപ്പിക്കാനും മറ്റൊന്ന് ശ്രമിച്ചതാണ് ബോച്ചെ. അപ്പോൾ ആ പ്രയോഗം എന്തുകൊണ്ടാണ് ശരിയല്ലാത്തതെന്ന് കൂടെ ഞാൻ പറയാം. ഇത്തരം പ്രയോഗങ്ങൾ വ്യാപകമായാൽ നാളെ നമ്മുടെ കോളേജിലെ പിള്ളേർ കൂടുള്ള പെൺകുട്ടികളെ ഇതേപോലെ കുന്തി ദേവിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയോഗം കൊണ്ട് പറയുകയും അവർക്കത് നെഗറ്റീവ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബോച്ചെ എന്ന മഹാനായ മനുഷ്യസ്നേഹിയെ ഈ നാടിന് ഗുണം ചെയ്താണ് പോസിറ്റീവായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയും. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ പൊസിഷൻ. അവർ സ്ഥിരം പറയുന്നത് വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുക, ആദരിക്കുക, നിലപാടിനെ നമ്മൾ എതിർക്കുക. അതാണ് യേശു ക്രിസ്തു പറയുന്നത് ഒപ്പോസ് ദ സിൻ നോട്ട് ദ സിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്പോസ് ദ പൊസിഷൻ നോട്ട് ദി പേഴ്സൺ. ആ വ്യക്തി ബോച്ചയെ കൊണ്ട് കേരളത്തിന് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പകരം ബോച്ചെ പറഞ്ഞ ഈ വരി അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇങ്ങനെ പറയാൻ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചോളൂ. ഞാനിരുന്ന ചാനലിലടക്കം എത്രയോ പേർ സോ കോൾഡ് പ്രമുഖർ വന്ന് ബോച്ചെ മറ്റേ ബിസിനസ്സിൽ തട്ടിപ്പെടുത്തി അത് നടത്തി ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കള്ളം പറയാൻ മടിയില്ലേ? ബോച്ചെ ഒരു കേസിൽ പോലും, ഞാൻ അറിയുന്ന ഒരു കേസിൽ പോലും കോടതി ശിക്ഷക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല. ബോച്ചെ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മോശമെന്ന് പറയുന്നത് എന്തിനാ? അപ്പൊ അതിന്റെ കാര്യം എന്താ അറിയാമോ? ആണിനെ അങ്ങനെ കരിവാരി തേച്ചാൽ നമുക്ക് കൈയടി കിട്ടും. അപ്പൊ ആണിനെ കുറ്റം പറഞ്ഞാൽ അത് പുരോഗമനമാണ്, സ്ത്രീപക്ഷമാണ്, സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന കാര്യമാണ് എന്നൊരു വ്യാപകമായ തെറ്റിദ്ധാരണ. അത് ശരിക്കും 2 പേരാണ് മാറ്റേണ്ടത്. ഒന്ന് മാധ്യമങ്ങളും, ഫെയിം സ്റ്റെപ്സ് അടക്കമുള്ള മുഖ്യധാര ഡിജിറ്റൽ മാധ്യമങ്ങളും, ശാലു അടക്കമുള്ള സ്ത്രീകളും ഈ കപട ഫെമിനിസ്റ്റ് വാദം, നല്ല ഫെമിനിസ്റ്റ് വാദമല്ല, കപട ഫെമിനിസ്റ്റ് വാദം. എല്ലാ മേഖലയിലും കപടവാദമുണ്ട്, കപട ദേശീയതയുണ്ട്, കപട മതേതരത്വമുണ്ട്, കപട പുരുഷവാദമുണ്ട്, അതേപോലെ കപട സ്ത്രീപക്ഷവാദം, കയ്യടിക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷവാദം ശരിയല്ലെന്ന് പറയണം. ഏതുപോലെ നമ്മുടെ ഋഷിരാജ് സിംഗ് സാറുണ്ട്, IG, പുള്ളി പണ്ട് പറയുകയുണ്ടേ 14 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ നോക്കിയാൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. അങ്ങനെ ഒരു നിയമമില്ല. പുള്ളി ഒരു ഗുമ്മിന് പറയണതാണ്. എന്തിനു വേണ്ടി കൃത്യമായിട്ട് ശാലുവിന് പറഞ്ഞാൽ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. യൂട്യൂബ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കും ആദ്യം ഒരു ഹുക്ക് ഇടണമെന്ന്, ഒരു ഹുക്ക് വേണം, ഒരു പഞ്ച് ഡയലോഗ് വേണം, ഒരു ഗുമ്മ് വേണമെന്ന് നമ്മൾ എപ്പോഴും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും. നമ്മൾ സാധാരണക്കാരങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമില്ല. ഒരു പഴയ ഹൈക്കോടതി ജഡ്ജിയും IG-യും ഒക്കെ ഹുക്കിടാൻ തുടങ്ങിയാൽ, ഗുമ്മിടാൻ തുടങ്ങിയാൽ, പഞ്ചടിക്കാൻ തുടങ്ങിയാൽ ഈ നാടിന്റെ അവസ്ഥ ദുരവസ്ഥയാവും. നമ്മൾ സാധാരണക്കാർക്കാവാം, പക്ഷെ കമാൽ പാഷ് സാറിനത് പാടില്ല, ഋഷിരാജ് സിംഗ് സാറിനത് പാടില്ല, KR മീരാ മാഡത്തിനത് പാടില്ല. കാര്യം സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അവർ ഹുക്കിടരുത് എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. ഇപ്പം ഈ ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ തന്നെ ഈ അമ്മ സംഘടന ഹണി റോസിന്റെ വിഷയം വന്നപ്പം ഹണി റോസിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു.
ഇതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ സമയത്ത് ഒരുപാട് നടിമാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രമുഖ നടന്മാർക്കെതിരെ കേസ് കൊടുത്ത് നമുക്കറിയാം. പക്ഷെ ആ സമയത്തൊന്നും അമ്മ സംഘടന ഈ പറഞ്ഞ നടിമാരുടെ കൂടെ നിന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഹണിക്ക് ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും? 2-3 കാര്യങ്ങൾ. ഒന്ന്, ഹണിക്ക് അടക്കമുള്ള ആൾക്കാർക്ക് പിന്തുണ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരുടെ നിലപാടിനോട് വിയോജിപ്പാണ്. ഇപ്പൊ ഹണിയെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങോട്ട് വിളിച്ചു എന്നാണ് വാർത്തകളിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ചു. അദ്ദേഹം മുമ്പ് മരിച്ച നവീന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നവീന്റെ വീട്ടിൽ വിളിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതങ്ങനെയല്ല. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് ഒരു സ്ത്രീപക്ഷ സമീപനം വേണം. ഈ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് പുരുഷവിരോധമായി മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മയടക്കം, അമ്മയിലെ പലരുടെയും വ്യക്തിപരമായി എനിക്കറിയാം, അമ്മ സംഘടനയടക്കം അവരുടെ കൂടെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ കൂടെ നിൽക്കാനാണ്. എനിക്ക് അമ്മയുടെ ഒരുപാട് പേരെ അറിയാം, വ്യക്തിപരമായി സംസാരിക്കുന്നതുമാണ്. അമ്മയെ ഡിഫെൻഡ് ചെയ്ത് ഒരുപാട് വേദികൾ സംസാരിച്ചുള്ള ഞാനാണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ നിലപാടെടുക്കാൻ തീർച്ചയായും അമ്മയുടെ ആൺമക്കളെയും പെൺമക്കളെയും ചേർത്ത് നിർത്തണം. അപ്പൊ അമ്മ മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നല്ലതാണ്. കാര്യം സ്ത്രീകൾക്ക് നമുക്ക് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അറിയാം, പല പെൺകുട്ടികളും സെക്സ്പ്ലോയിറ്റേഷനും കാസ്റ്റിംഗ് കൗച്ചും സെക്ഷൽ ഫേവേഴ്സും ഒക്കെ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. അല്ലെന്ന് ആരെ പറഞ്ഞ് കണ്ണടച്ചിട്ടാക്കാനാണ്? അതൊന്നുമല്ല, അതൊക്കെ സത്യമാണ്. ഞാൻ തന്നെ പലതവണ അതായത് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്, നിനക്ക് യാത്ര ചെയ്യാമോ, നമുക്ക് കാണാമോ, രാത്രി 9 മണിക്ക് വിളിച്ചിട്ട് 11 മണിക്ക് വിളിക്കാന്ന് പറയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇല്ലാതാകണം, സംശയമില്ല, അത് ഇല്ലാതാകണം. പക്ഷെ അത് ഇല്ലാതാകുമ്പോൾ കാടടച്ച് വെടിവെച്ച് എല്ലാവരും മോശക്കാരാന്ന് പറയുന്ന രീതിയായിരുന്നു. ഇത് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ സാക്ഷാൽ മോഹൻലാൽ ഏറ്റവും വിനയത്തോടുകൂടി മീഡിയക്കാരോട് ചോദിക്കുകയാണ്, നമ്മൾ എന്നാണ് അന്യരായത്? ഇന്നലെ വരെ നമ്മളെല്ലാം ഒന്നല്ലേ? ഒരു ദിവസം രാവിലെ ഇരുട്ടി വെളുത്തപ്പോൾ നിങ്ങളെല്ലാം വേട്ടക്കാരും എന്ന രീതി ചിത്രീകരിക്കണം. ഇനി എനിക്ക് ഈ കാര്യത്തിൽ ഏറ്റവും ബഹുമാനം തോന്നിയത് ഭാഗ്യലക്ഷ്മി മാഡം, WCCയിലെ പല അംഗങ്ങളോടൊക്കെയാണ്. WCC ഞാനും തമ്മിൽ എന്നും ഫൈറ്റ് ചെയ്ത് പല ചാനൽ ചർച്ചയിലും അവരുടെ മെമ്പറുമായി നിന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അവരൊക്കെ ഒരു മിതവാദ നിലപാടെടുത്തു, ഒരു മോഡറേറ്റ് നിലപാടെടുത്തു. എല്ലാ കാര്യത്തിലും കേസ് എടുക്കാൻ പറ്റില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചി എന്നൊരു പരിപാടി പറയുണ്ടായി, 45 വർഷമോ 35 വർഷമോ മുമ്പ് ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഒരു ദുരനുഭവം ഉണ്ടായത്. ഇപ്പൊ എങ്ങനെ കേസെടുക്കും? കേസെടുത്താൽ എങ്ങനെ അത് തെളിയിക്കും? എങ്ങനെ അത് ഇല്ലാന്ന് തെളിയിക്കും? ഇപ്പം ജിതേന്ദ്ര എന്ന സിനിമാ നടനെതിരെ 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു. ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതിയിലാണ് ഈ പരാതി വന്നത്. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചോദിച്ചു, ഇത് എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കാതിരിക്കും? 48 വർഷം എന്ന് പറഞ്ഞാൽ 1/2 നൂറ്റാണ്ട് മുമ്പാണ്. 1/2 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ അന്ന് ചെക്ക് ചെയ്യാനോ ഉള്ള സാധനങ്ങൾ പോലും ഇല്ല. അപ്പോൾ അപ്രായോഗികമായത് അവിടെയാണ്. ഞാൻ അടക്കമുള്ളവർ വളരെ കറേജിയസ് ആയിട്ടും മന്ത്രിമാരടക്കം രഹസ്യമായിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അമ്മയുടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഞാൻ അടക്കമുള്ളവരെടുത്ത നിലപാട് വളരെ നല്ലതാണ് ഹേമ കമ്മിറ്റി. പക്ഷേ ഹേമ കമ്മിറ്റി ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുകയല്ല. ഇനിയും ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷനോ പാടില്ല. സിനിമാ മേഖലകളിൽ കമ്മിറ്റി വേണം. നാളെ ഈ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ സാധനം പറഞ്ഞാൽ അപ്പുറത്ത് ഒരാളിരുന്ന് കേക്ക് വന്നോ, അപ്പുറത്ത് പരാതിപ്പെടാൻ സംവിധാനം ഉണ്ടെന്നോ ഉള്ളൊരു ഫീലും പേടിയും അപ്പുറത്തിരിക്കുന്ന ആണിനുണ്ടാകണം. ഇനി ഈ പോയിന്റ് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാ വേദികളിലും പറയുന്ന ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളും ഇത് കേൾക്കുന്ന ആണുങ്ങളും ശ്രദ്ധിക്കണം. ആണിൻ്റെയും പെണ്ണിൻ്റെയും സെക്ഷുവാലിറ്റിക്ക് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ബ്രെയിൻ വൈസ്, ന്യൂറോളജിക്കലി, ബയോളജിക്കലി വ്യത്യാസമാണ്. ഇത് 100 കണക്കിന് സ്റ്റഡീസ് കൺഫേം ചെയ്തതാണ്. അതായത് മെയിൽ സെക്ഷുവാലിറ്റി, ഫീമെയിൽ സെക്ഷുവാലിറ്റി, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആണിൻ്റെ സെക്ഷുവാലിറ്റി കുറെ കൂടെ വൈഡും വൈൽഡും ഡീപ് പേഴ്സണലൈസ്ഡുമാണ്, വ്യക്തിനിഷ്ഠമല്ല. പകരം പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറെ കൂടെ ഫോക്കസ്ഡും നാരോയും പേഴ്സണലൈസ്ഡുമാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും സെക്ഷുവാലിറ്റിയുടെ സ്പേസ് ബ്രെയിനിൽ വ്യത്യസ്ത സെന്റേഴ്സിലാണ്, വ്യത്യസ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ബ്രെയിൻ വൈസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ റിയാലിറ്റീസ് ആണ്. ഇതിന്റെ അർത്ഥം എല്ലാ പെൺകുട്ടിയും ആകാശത്ത് വീണ ഏഞ്ചൽസ് എന്നോ അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും പല TG രവി, ഉമ്മറിന്റെ റേപ്പിസ്റ്റുകളോ ആണെന്നല്ല. പക്ഷെ പൊതുവെ സ്ത്രീ പുരുഷ ലൈംഗികതകളിൽ ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ ലൈംഗികത കുറെ കൂടെ എന്ന് പറഞ്ഞാൽ 100% പേഴ്സണലൈസ്ഡ് ആണെന്നല്ല, കുറെ കൂടെ വ്യക്തിനിഷ്ഠവും പേഴ്സണലൈസ്ഡും ഇന്റിമസി റിലേറ്റഡും കൂടെയാണ്. പക്ഷേ പുരുഷന്റെ അങ്ങനെയേ അല്ല. അപ്പൊ അതുകൊണ്ടാണ് പോണോഗ്രഫിയുടെ കൺസംഷൻ ഒക്കെ നോക്കിയാൽ സ്ത്രീകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എറോട്ടിക്ക, റൊമാൻറ്റിക് തുടങ്ങിയ സാധനങ്ങളുടെ ജോണറാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ പുരുഷൻ പലപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് റോ പോണോഗ്രഫി അല്ലെങ്കിൽ അത്ര കുറെ കൂടെ വൈഡുമായിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഒരു റിയാലിറ്റി നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പലപ്പോഴും മനസ്സിലാക്കണം. ഇതും കൂടി മനസ്സിൽ വെച്ച് വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാൻ. ഇത് രാഹുൽ ഈശ്വറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതി അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്, നേച്ചർ അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വ്യത്യാസം ഏതെങ്കിലും പെൺകുട്ടിക്ക് ഇത് കേട്ടിട്ട് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തിനെയോ, ആൺ സുഹൃത്തിനെയോ, സഹോദരനെയോ, അല്ലെങ്കിൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ആണിനോട് ക്യാമറയൊന്നും ഇല്ലാതെ വ്യക്തിപരമായി ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും. ഇതിനർത്ഥം പെമ്പിളാരെല്ലാം വീട്ടിൽ ഇരിക്കണമെന്നല്ല.
ഇതിനർത്ഥം ഖുറാനിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അത് തന്നെ ബൈബിളിലും ഗീതയിലും പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നത് ഈ മോഡസ്റ്റിയെക്കുറിച്ച് പറയുമ്പം ആദ്യം പറയുന്നത് ആണിൻ്റെ കണ്ണിന് മിതത്വം വേണമെന്നാണ്. രണ്ടാമതാണ് പറയുന്നത് സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മിതത്വം വേണമെന്ന്. തിരിച്ചല്ല. അതായത് പെണ്ണിന്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണമെന്ന് പറഞ്ഞിട്ടല്ല ആണിന്റെ കണ്ണിന് മിതത്വം വേണമെന്ന് പറയുന്നത്. തിരിച്ച് ആണിന്റെ കണ്ണിന് മിതത്വം വേണം, അതോടൊപ്പം സ്ത്രീയുടെ വസ്ത്രധാരണത്തിനും മിതത്വം വേണം. ഇതാണ് പറയുന്നത്. ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെയാണ് ഈ പല ചോദ്യങ്ങളും വരുന്നത്. ഇപ്പം നമ്മൾ അമല പോൾ, ഹണി റോസിനെ മാത്രം പറയുന്നുണ്ട്. അമല പോൾ നമ്മുടെ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു പരിപാടിക്ക് വന്നു. ഫോട്ടോ കണ്ടിരുന്നോന്ന് അറിയില്ല. വളരെ ലോ നെക്ക് ലൈനും വളരെ എക്സ്പോസ്ഡ് ക്ലീവേജും ആയിട്ട് വന്ന ഒരു ഇതാണ്. ഇപ്പം ലോ നെക്ക് ലൈൻ കുറെ കൂടെ ട്രെൻഡിങ് ആണ്. പക്ഷേ ലോ നെക്ക് ലൈൻ എന്ന് തന്നെ പറയാൻ കഴിയില്ല. വളരെ ബിലോ ആയ ഒരു നെക്ക് ലൈനും വളരെ ക്ലീവേജ് എക്സ്പോസിങ് ആയിട്ടൊരു കാര്യമാണ്. വളരെ മിനി സ്കേർട്ട്സ് ഇട്ടാണ്. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു പബ്ബിൽ പോയാൽ കറക്റ്റ്, നൈറ്റ് ക്ലബ്ബിൽ പോയാൽ കറക്റ്റ്. നേരെ മറിച്ച് നാളെ ഒരു നൈറ്റ് ക്ലബ്ബിലോ പബ്ബിലോ ആരെങ്കിലും നമ്മുടെ ധാവണിയും ഹാഫ് സാരിയും അല്ലെങ്കിൽ കേരളീയ സാരി ഉടുത്തു വന്നാൽ ഒരു നൈറ്റ് ക്ലബ്ബിലെ റിയാക്ഷൻ എന്തായിരിക്കും? ആൾക്കാർ കൂവില്ലേ? എന്തുകൊണ്ടാ കൂവുന്നത്? അത് ആ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ആ ഒക്കേഷന് വേണ്ടിയുള്ള ഡ്രസ്സല്ല. ഞാൻ നമ്മുടെ കുലസ്ത്രീയാണ് എന്ന് പറഞ്ഞ് വളരെ മറ്റേ കേരളീയ സാരി എടുത്ത് കസവ് സാരി ഒക്കെ എടുത്തൊരു നൈറ്റ് ക്ലബ്ബിൽ വന്നാൽ ആൾക്കാർ ഒന്നെങ്കിൽ ഇവർക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയും. പക്ഷേ ഇതേപോലെ നൈറ്റ് ക്ലബ്ബിൽ പോകേണ്ട ഡ്രസ്സ് ഇട്ട് കോളേജിൽ ഇനോഗ്രേഷൻ വന്നാൽ അവൾ പെട്ടെന്ന് പുരോഗമനോദിയാകുന്ന എങ്ങനെയാവും? അപ്പം കോളേജ് ആകുമ്പോൾ അതൊരു സരസ്വതി ക്ഷേത്രമൊന്നും അല്ലെങ്കിൽ പള്ളിയുടെ കോളേജാണ്, പള്ളിയിലെ അച്ഛന്മാരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു സാങ്ക്ടിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ പോകുമ്പം കുറച്ച് മാന്യതയും മര്യാദയും സഭ്യതയും ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ ഈ ആൾക്കാർ വരുമ്പം പയ്യന്മാരുടെ നോട്ടം മാത്രമല്ല മൊബൈല്, ആംഗിള്, ഇതെല്ലാം, പിന്നെ അവിടെ സംസാരം മുഴുവൻ ഈ രീതിയിലേക്ക് മാറും. അപ്പൊ അതിലൊരു മിതത്വം പാലിക്കണം. നേരെ മറിച്ച് അമലാപ്പോൾ നമ്മുടെ നൈറ്റ് ക്ലബ്ബിലോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്കോ തെക്കിലോ ഡാൻസ് ബാറിലോ, നമ്മുടെ എറണാകുളത്ത് തന്നെ എത്രയോ സാധനങ്ങളുണ്ട്, അവിടെ പോകുമ്പോൾ നേരെ ആരും തിരിച്ച് പറയാറില്ല. അപ്പൊ ഈ ഒരു പ്രൊപ്രൈറ്ററിനെസ്, അപ്രോപ്രിയേറ്റ്നെസ്, അനുയോജ്യത, മിതത്വം, എന്ത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഇല്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് റിയാലിറ്റിയാണ്. ഇങ്ങനെ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് പബ്ലിക് പ്ലേസസിൽ പോകുന്നു എന്ന് പറയുന്നു, അത് തന്നെ ഒരു അറ്റൻഷൻ സീക്കിംഗ് അല്ലേ? കാരണം അതുപോലെ ഷോർട്ട് ഡ്രസ്സസ് ഇട്ട് പോകുന്നിടത്തെ ആളുകൾ കൂടുള്ളൂ, ഫാൻ ബേസ് കിട്ടുള്ളൂ, മീഡിയ അറ്റൻഷൻ കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ നടിമാർ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് പബ്ലിക് സ്പേസസ് പോകുന്നത്? സംശയമുണ്ടോ? ആണുങ്ങൾ, ഞാനൊരു പൊതു കണക്ക് പറയാം, നമ്മളൊക്കെ വെളിയിൽ ഇറങ്ങുമ്പം സാധാരണഗതിയിൽ ഒരാണ് അത്യാവശ്യമായിട്ട് നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങാനാണെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കുമായിരിക്കും. ഒരു പെൺകുട്ടി ഒരുങ്ങി ഇറങ്ങാൻ 1 മണിക്കൂറെന്ന് ഞാൻ പറയുന്നില്ല, 30-40 മിനിറ്റ് എങ്കിലും എടുക്കൂലേ? ഒരു 30-40 മിനിറ്റ്സ്. ചില ആൾക്കാർ 1 മണിക്കൂർ എടുക്കുമായിരിക്കും, ചില ആൾക്കാർ 20 മിനിറ്റ് എടുക്കുമായിരിക്കും. പക്ഷേ ആൺകുട്ടികളുടെ ഒരു into 3 times ഒന്നുമല്ല. പെൺകുട്ടികൾക്ക് ഹെയർ ഡു കുറച്ചുകൂടെ മെച്ചമാകണം, നമ്മുടെ എന്താ പറയുക ഫേസ് കുറച്ചുകൂടെ കറക്റ്റ് ആകണം, ഐബ്രോ ഷേപ്പ് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സ് നോക്കും, പലതവണ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കും. ഇങ്ങനെയൊക്കെ അല്ലേ അവർ വരുന്നത്. അപ്പം ഇങ്ങനെ പോകുന്നവർക്ക് എന്തുകൊണ്ടാണ്, ഏത് ആംഗിളാണെന്നൊന്നും അറിയാതെയൊന്നും അല്ലല്ലോ. എന്നിട്ട് ആരെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചു അയ്യോ അങ്ങനെയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ അഭിനയിക്കുമ്പോൾ ആണുങ്ങളെക്കാട്ടി കൂടുതൽ പെൺപിള്ളേർക്ക് മനസ്സിലാവും. അതായത് ഞങ്ങൾ ഈ ആണുങ്ങളിലെ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾക്ക് പുരുഷന്മാരായ ഫെമിനിസ്റ്റ് മനസ്സിലാവുന്നതിനേക്കാൾ പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവും. പലപ്പോഴും അവരത് വെളിയിൽ പറയാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ മനഃപൂർവ്വം അറ്റൻഷൻ സീക്കിങ് ആകാൻ ശരീരഭാഗങ്ങളുടെ പ്രദർശനങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ റൈറ്റ് ആണ്. പക്ഷേ ക്രിറ്റിസിസം വരരുതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ആഭാസമായിരുന്നു. ഞാൻ പലപ്പോഴും ഹണി റോസിന്റെ വിഷയത്തിൽ ശക്തമായി ഞങ്ങളുടെ കൂടെയുള്ളവരോട് പറയും, ഹണി റോസ് അതിര് കടക്കരുത് എന്ന് നമുക്ക് പറയാൻ റൈറ്റ് വേണമെങ്കിൽ നമ്മുടെ വിമർശനം അതിര് കടക്കരുത്. ഹണി റോസിന്റെ ഏതെങ്കിലും ശരീരഭാഗം എടുത്തു വെച്ച് അങ്ങനെ ജീവിക്കുന്നവളാണ് നീ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. പകരം ഹണി റോസിനെ ബഹുമാനത്തോടെ വിമർശിക്കാൻ റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം, സോഷ്യൽ ഓഡിറ്റ്, സോഷ്യൽ ക്രിറ്റിസിസം, എന്ത് വേണമെങ്കിൽ പറയാം. ഈ റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസം നമ്മൾ ചെയ്യണം. ആ ക്രിറ്റിസിസം ഞാൻ ചെയ്തതുകൊണ്ടാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രി, കേരള യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പോലീസുകാർ 99% മാധ്യമങ്ങളും ഹണി റോസിനോടൊപ്പം നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള സാധാരണക്കാർ പറഞ്ഞ നിലപാടിന് കൂടുതൽ അംഗീകാരവും 90% സ്വീകാര്യതയും ഈ പോണ ചാനലിന്റെ എല്ലാം താഴെയുള്ള കമന്റ് എടുത്ത് നോക്കിയാൽ 90%ഉം ഞാൻ പറയുന്നതിന് മുൻതൂക്കം കിട്ടുന്നതും അപ്പർ ഹാൻഡ് കിട്ടുന്നതും, അതായത് ഹണി റോസിനോട് മുഖ്യമന്ത്രിയുണ്ട്, കേരളത്തിലെ പോലീസുണ്ട്, കേരളത്തിലെ 99% പത്രക്കാരുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, ചാനലിലിരുന്ന ഞാനടക്കം കുറച്ച് പേര് വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. എന്നിട്ടും ഞാനടക്കം പറയുന്നതിന് അപ്പർ ഹാൻഡ് കിട്ടുന്നതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ്. ആ സത്യത്തെ ബഹുമാന പുരസരം പറഞ്ഞിരുന്നാൽ മതി. ഹണി റോസ് നാളെ ചാക്ക് ധരിച്ചിറങ്ങണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ നമുക്ക് എത്രയോ വലിയ നടിമാരുണ്ട്. ശോഭന മാഡം ഉണ്ട്, മഞ്ജു വാര്യർജിയുണ്ട്, അല്ലെങ്കിൽ കാവ്യ മാധവന് ഒരുപാട് പേർത്ത ആൾക്കാരുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി സാരി ധരിച്ചാണ് വരുന്നത്, അല്ലെങ്കിൽ സുഷമ സ്വരാജ് സാരി ധരിച്ചാണ്, നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു സാരി ധരിച്ചാണ്, ശൈല ടീച്ചർ സാരി ധരിച്ചാണ്. പക്ഷേ സാരി ധരിക്കേണ്ട രീതി ടിപ്പ് ബെർസാ പാനിയിൽ നമ്മുടെ രവീന ടണ്ടൻ ധരിച്ചിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം
സാരി ഭാരതീയമല്ലേ, സാരി സാംസ്കാരികമല്ലേ എന്നൊക്കെ പറയുന്നതേ സ്വയം വഞ്ചിക്കുകയല്ലേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ സണ്ണി ലിയോൺ എറണാകുളത്ത് വന്ന ദിവസം കഷ്ടകാലത്ത് എനിക്കൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വഴി പെട്ടുപോയി, 1.5 മണിക്കൂർ പോയി. ഞാൻ വിചാരിച്ചാൽ ആര് പറ്റി, പ്രധാനമന്ത്രി വന്നു, ആരാണെന്ന് എനിക്കറിയില്ല. ഈ സണ്ണി ലിയോണെ കാണാൻ ഓടിക്കൂടിയവർ സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗം കേൾക്കാനൊന്നും വന്നതല്ലല്ലോ. എം.എൻ. കാരശ്ശേരി ഇന്ന് മഹാത്മാഗാന്ധിയും മതസൗഹാർദ്ദവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാൻ വന്നൊന്നും അല്ലല്ലോ. അത് വരുന്നത് ഒരു സെക്ഷൽ ടിറ്റിലേഷന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രീതിയിൽ ശരീരഭാഗങ്ങളെ അത് കുറേയൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് പറയുമായിരിക്കും. പക്ഷെ ചില മര്യാദകളും മാന്യതകളും, ഞാൻ ഒറ്റ വരിയത് പറയാം, ഓവർ ആകാം, പക്ഷെ ഓവറാകരുതെന്ന് നമ്മൾ പറയാറുണ്ട്. കുറച്ചൊക്കെ ഓവർ ആകുന്ന ഒരു രസമാണ്. അതൊരു ചെറിയ ഹൈ ആണ്. നമ്മളൊരു പ്രത്യേക ലൈനിൽ നിൽക്കുമ്പോൾ ഒരു ഓവർ ആകുന്ന രസമുണ്ട്. ഓവറായിട്ട് ഓവർ ആവാതിരുന്നാൽ മതി. അതാണ് എൻ്റെ റിക്വസ്റ്റ്.